മധ്യത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട 61-കാരൻ ബെന്നിക്ക് രാജേഷ് ഒരു ദൈവദൂതനായാണ് എത്തിയത്. ഒടുവിൽ തന്റെ ജീവരക്ഷാ കവചമായ ലൈഫ് ജാക്കറ്റ് പോലും ബെന്നിക്ക് ഊരി നൽകി രാജേഷ് ദുരന്തത്തിന്റെ ഒഴുക്കിലേക്ക് മറഞ്ഞു. പ്രാർത്ഥനകൾ നിഷ്ഫലമായ രാജേഷിന്റെ വേർപാടിന്റെ വാർത്ത എത്തുമ്പോൾ തനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ ആ ചെറുപ്പക്കാരനെ ഓർത്ത് കണ്ണീരിണിഞ്ഞു നിൽക്കുകയാണ് ബെന്നി. കർണാടക വനത്തിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് കാര്യംകോട് പുഴയിൽ വെള്ളം പെട്ടെന്ന് ഉയരുകയായിരുന്നു. മീന്തുള്ളി നോർത്തിലെ കൃഷിയിടത്തിൽ അകപ്പെട്ടു പോയ ബെന്നി കഴുത്തട്ടം വെള്ളത്തിൽ ഒരു തെങ്ങിൽ പിടിച്ച് മരണഭയത്തോടെ നിന്ന നിമിഷങ്ങളിലാണ് രാജേഷും സംഘവും റാഫ്റ്റിൽ രക്ഷകരായി എത്തിയത്. പ്രക്ഷുബ്ധമായ പുഴയിലെ ശക്തമായ ഒഴുക്കിനെയും പാറക്കെട്ടുകളെയും അവഗണിച്ച് ബെന്നിയുടെ അടുത്തെത്തിയ രാജേഷ് ഒട്ടും മടിക്കാതെ തന്റെ ലൈഫ് ജാക്കറ്റ് ഊരി ബെന്നി ധരിപ്പിച്ചു. തുടർന്ന് കയറിൽ തൂങ്ങി കരയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി രാജേഷ് ശക്തമായ ഒഴുക്കിൽപ്പെട്ടത്. ഒടുവിൽ രാജേഷിന്റെ ഭൗതിക ശരീരം കണ്ടെത്തുമ്പോൾ തനിക്കായി ജീവൻ വെടിഞ്ഞ ആ ധീരനായ യുവാവിന്റെ ത്യാഗത്തിന് മുന്നിൽ എന്ത് പറഞ്ഞ് ആശ്വസിക്കണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടുകയാണ് ബെന്നിയും ഈ നാടും. സമയത്ത് ഞാൻ ഒരു 11:30 ഇവിടുന്ന് പോകാൻ വേണ്ടി പോയതല്ല, എന്നാലും അങ്ങ് പോയി. അവിടെ കൃഷിയുണ്ട്. കൃഷി മാത്രമല്ല, മോട്ടറുണ്ട്, എൻ്റെ പണിസാധനങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ ബൈക്ക് മെഷീനും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ ഒന്ന് വെള്ളം പോയി. പിന്നൊരു വെള്ളം വരും എന്നുള്ള പ്രതീക്ഷയില്ല. ആ സമയത്ത് ഞാൻ അക്കരെ കയറി ഈ മോട്ടറൊന്നും എടുത്ത് നേരെ വെക്കണം, കട്ടിംഗ് മെഷീനുണ്ട് അതെടുത്ത് ഇക്കരെ കൊണ്ടുവരണം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ ചെന്ന് അവിടെ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം പെട്ടെന്ന് വെള്ളം വരികയാണ് ചെയ്തു. അത് നമുക്കവിടെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ എങ്ങനെയാ പുറത്തുള്ള എൻ്റെ കയ്യിൽ അന്നേരം മൊബൈൽ ഉണ്ടായിരുന്നു. ഞാൻ മൊബൈൽ അപ്പോൾ എൻ്റെ കഴുത്തപ്പോൾ ഏകദേശം എൻ്റെ സെൻട്രൽ വെള്ളമായി. അപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു, മെമ്പറെ വിളിച്ച് ഞാൻ ഇങ്ങനെ വിവരം പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പോവുകയും ചെയ്തു. പുറത്തേക്ക് പോയി. എൻ്റെ വെള്ളത്തിൽ വീണ് പോയി. ഞാൻ നോക്കാൻ പറ്റില്ല, കാരണം നല്ല ഒഴുക്കായതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. നമ്മളെ സംരക്ഷണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മേലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ഡ്രാഫ്റ്റിംഗുകാർ അവരെല്ലാവരും കൂടെ വന്നു. അപ്പോൾ എനിക്ക് കയറിട്ട് തന്നു. എനിക്ക് ചെറിയൊരു കയറിട്ട് വരുമ്പോഴത്തേക്കും തെങ്ങ് ഇങ്ങനെ കുടുങ്ങിയിട്ട് ഈ വിരൽ മുറിഞ്ഞ് പോകേണ്ടത്. അപ്പോൾ ഏകദേശം അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഞാൻ ഭയങ്കര. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരോട് പറയുന്നുണ്ട് വരണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ കയറെ പിടിച്ച് താഴെ ഒഴുകി വന്നോളാം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ അറിയത്തില്ല. അവരുടെ എൻ്റെ സംരക്ഷണമായിരിക്കുമല്ലോ അത്. എനിക്കവൻ ഇട്ടിരുന്ന ഇത് തന്നു, ജാക്കറ്റ് തന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങ് പോകുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. അപ്പം ബാക്കി 2 പേരും ഞാനും കൂടി ഇങ്ങ് പോകുന്നു. അപ്പോൾ തൊട്ട് പുറകെ പുള്ളിയുണ്ട്. അപ്പം ഞാൻ